കേരള മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ തൃപ്പൂർ മേഖലാ സമ്മേളനം നടന്നു. നിലവിലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിൽ ഭേദഗതി വരുത്തി മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ തൃപ്പൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നിരവധി വർഷങ്ങളായി ടെക്നീഷ്യന്മാരായി ജോലി ചെയ്യുന്ന ഈ തൊഴിൽ രംഗം പുതിയ നിയമത്തിലൂടെ വൻ കുത്തക സ്ഥാപനങ്ങൾക്ക് തീരെഴുതാനുള്ള നടപടികളാണ് അധികൃതർ കൈക്കൊള്ളുന്നതെന്നും ഈ നീക്കത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ സംഘടനാ സമരരംഗത്ത് ഇറങ്ങാനും സമ്മേളനം തീരുമാനിച്ചു. സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടവർക്ക് കൈമാറുന്ന സൗകര്യം നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ നിർദ്ദേശം ഞാൻ ആ മെമ്മോറണ്ടത്തിൽ ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കിടന്നത് നമ്മുടെ അതിൻ്റെ ആമുഖം പറഞ്ഞ ആള് പറയേണ്ടായി, ഈ രംഗത്ത് ഒരു മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റം ഉണ്ടാക്കിയേ പറ്റൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം നമ്മൾ കാണേണ്ടത് ഇന്ന് നമ്മുടെ തൃപ്പൂർ മേഖലയിൽ മാത്രമല്ല, സംസ്ഥാനത്തൊട്ടും നമ്മുടെ ലാബ് ടെക്നീഷ്യന്മാർ ഒരുപാട് പ്രവർത്തകരും തൊഴിലാളികളുണ്ട്. അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ ചില മാറ്റങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനാ പാഠവം നമ്മുടെ മുമ്പിൽ അനിവാര്യമാണ്. അപ്പോൾ അനിവാര്യത എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. മേഖലാ പ്രസിഡന്റ് സ്നേഹലത KM അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് നേടിയ അംഗങ്ങളുടെ മക്കളായ കൃഷ്ണാഞ്ജന BD, ഐഷ അൻവർ എന്നിവർക്ക് MLA സ്നേഹോപഹാരം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം VC ദിലീപ് ആമുഖ പ്രഭാഷണം നടത്തി. പ്രമീള ദിലീപ് കുമാർ ID കാർഡ് വിതരണവും നടത്തി. KPMTA സംസ്ഥാന കമ്മിറ്റി അംഗം ചന്ദ്രൻ കൊടമന സംഘടനാ വിശദീകരണം നടത്തി. സെക്രട്ടേറിയറ്റ് അംഗം KS ഷാജു, തൃശൂർ ജില്ലാ സെക്രട്ടറി ഷേർലി പ്രേമൻ, ട്രഷറർ ലെസ്റ്റൻ പ്ലാശ്ശേരി, ഫാത്തിമ ഇബ്രാഹിം, മറ്റു മേഖലാ ഭാരവാഹികളായ കോമളം രാമകൃഷ്ണൻ, രാമദാസ്, ഹസീന, ശ്രീപ്രിയ, അനുപമ, ലൈനി, ഷൈല, അർജുനൻ, ഷാനവാസ്, സുലേഖ, സിമി പ്രകാശ്, ലത K എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഫാത്തിമ ഇബ്രാഹിം പ്രസിഡന്റായും, സ്നേഹലത M സെക്രട്ടറിയായും, ലത K ട്രഷററായും എന്നിവരടങ്ങുന്ന 17 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു.